വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ 4th യൂണിറ്റിലെ 3rd ചാപ്റ്ററായ കബ് തക് എന്ന കവിതയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വന്ദന ടെട്ടെ എഴുതിയ ഈ കവിത ആത്മനിർഭരതയും സ്വാഭിമാനവും മനുഷ്യ ജീവിതത്തിൽ എത്ര പ്രധാനമാണെന്ന് വ്യക്തമാക്കുന്നു. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിച്ച് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നാണ് കവയത്രി ഈ കവിതയിലൂടെ പറയുന്നത്. क्वेश्चन आंसर्स നോക്കാം. अपनी पहचान जानने के लिए दूसरे का मुख जोहते रहना, इससे आपने क्या समझा? സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയാൻ മറ്റുള്ളവരെ ആശ്രയിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആൻസർ നോക്കാം. ഹമേം ദൂസരോ പർ നിർഭരത ചോഡ്കർ, നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നിർത്തിയിട്ട് അപ്പനി സ്വയം കി ശക്തി ഔർ ക്ഷമതാക്കോ പഹച്ചാനെ, നമ്മൾ നമ്മുടെ സ്വയം ശക്തിയും കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് ഔർ ഉസ്കാ ഉപയോഗ കർനെ കാ ആഹ്വാൻ കർത്തി ഹെ, എന്നിട്ട് അത് ഉപയോഗിക്കാനാണ് ഇവിടെ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിച്ച് മുന്നേറാനാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കി തുമാരാ ഇതിഹാസ് തുമ്നെ നെഹി ഉസ്നെ ലിഖാ ഹെ, ഇസ്മേം കിസ് ബാത് കി ഓർ സങ്കേത് ഹെ, അതായത് നിന്റെ ചരിത്രം നീയല്ല, അവരാണ് എഴുതിയത്. ഇതിൽ നിന്ന് എന്താണ് സൂചിപ്പിക്കുന്നത്? ആൻസർ നോക്കാം. ഏ പങ്ക്തിയ, ഈ വരികൾ ഹമേം ദൂസരോ ദ്വാരാ ലിഖേ ഗയേ ഇതിഹാസ് പർ നിർഭർ രഹ്നെ ബജായ്, നമ്മൾ മറ്റുള്ളവർ എഴുതിയ ചരിത്രത്തെ ആശ്രയിക്കുന്നതിന് പകരം അപ്പനീ കഹാനിയ, നമ്മുടെ കഥകൾ ഗുദ് ലിഖിനേക്ക് ആഹ്വാൻ കർത്തി ഹെ, സ്വയം എഴുതാനാണ് നമ്മോട് പറയുന്നത്. ബജായ് പകരം, ഗുദ് സ്വയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കി, അതായത് ആത്മസമ്മാൻ സെ ബഡി കോയി ചീസ് നഹി ഹോത്തി, ആത്മാഭിമാനത്തെക്കാൾ വലുതായത് ഒന്നുമില്ല. ഇൻ പങ്ക്തിയോ പർ അപ്ന വിചാർ പ്രകട് കറേ, ഈ വരികളിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായം പ്രകടമാക്കുക. അതായത് ആത്മാഭിമാനത്തെക്കാൾ വലുതായി ഒന്നുമില്ല എന്ന വരികളിൽ നിങ്ങളുടെ അഭിപ്രായം പ്രകടമാക്കുക. ആൻസർ നോക്കാം. ഏ പംക്തിയാം ആത്മസമ്മാൻ കെ മഹത്വ പർ ബൽ ദേത്തി ഹെ, ഈ വരികളിൽ ആത്മാഭിമാനത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആത്മസമ്മാൻ एक വ്യക്തി के जीवन में सबसे महत्वपूर्ण गुणों में से एक है, ആത്മാഭിമാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ്. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി വന്നിട്ടുള്ളത് സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ, ഈ ആശയം വന്ന വരികൾ കവിതയിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പനാ പരിചയ് ജാൻനെ കെ ലിയെ ദൂസരോം കാ ഇന്തസാർ നഹീം കരോ, നമ്മൾ സ്വയം നമ്മെ അറിയാൻ വേണ്ടി മറ്റുള്ളവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഈ അർത്ഥം വരുന്ന, ഈ ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആശയം കൊണ്ടാണ് നമ്മുടെ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത്. കവിതയുടെ ആദ്യ ഭാഗം തന്നെയാണ് കബ് തക് ജോഹ്തേ രഹോങ്കെ അപ്പനി പഹ്ചാൻ ജാൻനെ കെ ലിയെ ദൂസരോം കാ മുഹ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐസി ആശ ചോട് ദോ കി തുമാരെ ലിയെ സംഘർഷ് കർനെ കോയി ആയേഗാ, ഐസി ആശ ചോട് ദോ, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിക്കൂ. കി തുമാരെ ലിയെ സംഘർഷ് കർനെ കോയി ആയേഗാ, നിനക്ക് വേണ്ടി പോരാടാൻ ആരെങ്കിലും വരുമെന്നുള്ള ആഗ്രഹം, നിനക്ക് വേണ്ടി പോരാടാൻ ആരെങ്കിലും വരുമെന്നുള്ള ചിന്ത നീ ഉപേക്ഷിക്കൂ. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? നോക്കാം. ഔർ കബ് തക് ആസരെ മേ രഹോങ്കെ കി കോയി ആയേ ഔർ തുമാരെ ലിയെ ലഡെ, ഇതാണ് ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോയി ഭി തുമാരെ ദുഃഖ് ദൂർ കർനെ കോ തയ്യാർ നഹി ഹോങ്കാ ജിസ്സെ ഉസ്കെ ദുഃഖ് കി വൃദ്ധി ഹോ, അവരുടെ ദുഃഖം വർദ്ധിപ്പിച്ചുകൊണ്ട് ആരും തന്നെ നിന്റെ ദുഃഖം ഇല്ലാണ്ടാക്കാൻ തയ്യാറാവില്ല. ഈ ആശയം വരുന്ന വരികൾ ഇതാണ്. ക്യോം കരേഗാ കോയി തുമാരി വ്യത കാ നിരാകരൻ അപ്പനി വ്യത ബഡാനെ കെ ലിയെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വരുന്നത് കവിതാ പർ ചർച്ചാ കരേം ഔർ ഐസേ മഹാപുരുഷോം കെ നാം ജോഡേം ജിനോനെ സമാജ് കെ ഉത്ഥാൻ കെ ലിയെ അപ്പനി ജിന്ദഗി കാ സമർപ്പൺ കിയാ ഹെ, ഇവിടെ പറയുന്നത് കവിതാ പർ ചർച്ചാ കരേം, കവിത നിങ്ങൾ ചർച്ച ചെയ്യുക, എന്നിട്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച കുറെ ഒരു 4 മഹാപുരുഷന്മാരുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ആളുകളുടെ പേരുകളും നിങ്ങളോട് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രീമതി അക്കാമ ചെറിയാൻ, മഹാത്മാ അയ്യങ്കാളി, ശ്രീനാരായൺ ഗുരു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇതുപോലെയുള്ള ആളുകളുടെ പേര് കളക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇതുപോലെ കുറച്ച് പേരുകൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കവിതാമേം കോയി ശബ്ദ കാ പ്രयोग ബാർ ബാർ ഹുവാ ഹെ, കവിതയിൽ ഈ കോയി എന്ന വേർഡ് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. യഹ് കിസ്കോ സൂചിത് കർത്താ ഹെ, ഇത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഇസ്കാ പ്രयोग കർക്കെ കവിയത്രി യഹ് ബത്താന ചാഹ്തി ഹെ, ഈ കോയി എന്ന വാക്ക് പ്രയോഗിക്കുന്നതിലൂടെ കവിയത്രി ഇത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കി ബാഹരി ശക്തിയോ പർ ഭരോസ കർന വ്യർത്ത് ഹെ, ബാഹ്യ ശക്തികളെ, പുറമേയുള്ള ശക്തികളെ നമ്മൾ ആശ്രയിക്കുന്നത് വെറുതെയാണ്, വ്യർത്ത് ഹെ, വെറുതെയാണ്. കവിത കാ സാർ ഹി യഹ് ഹെ, കവിതയുടെ സാരം തന്നെ ഇതാണ്, അർത്ഥം തന്നെ ഇതാണ്. കി ദാറ്റ് കോയി ആപ്കി മദത് കർനെ നഹി ആയേഗ, ആരും നിങ്ങളെ സഹായിക്കാൻ വരില്ല. ആപ്കോ സ്വയം അപ്പനി ലഡായി ലഡനി ഹോങ്കി, നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടി വരും. ഔർ അപ്പനി മുക്തി പ്രാപ്ത് കർണി ഹോങ്കി,
നിങ്ങൾ സ്വയം മോചനം നേടുകയും വേണം. പോയി എന്ന വാക്ക് പ്രയോഗിക്കുന്നതിലൂടെ കവയത്രി എന്താണ് പറയുന്നത്? പുറത്തുള്ള ശക്തികളെ, മറ്റു ശക്തികളെയൊന്നും നമ്മൾ ആശ്രയിക്കരുത്. പോയി ആരും തന്നെ നിങ്ങളെ സഹായിക്കാൻ വരില്ല. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടി വരും. എന്നിട്ട് നിങ്ങൾ സ്വയം മോചനം നേടേണ്ടി വരും. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് പ്രയോഗ കീ വിശേഷത പഹിച്ചാനെ. ഇവിടെ 2 പ്രയോഗങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ നിങ്ങൾ അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മുഹ് ജോഹിന, ബാഡ് ജോഹിന ഈ 2 വേർഡുകളാണ് തന്നിരിക്കുന്നത്. മുഹ് ജോഹിന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷാ കർണ. ബാഡ് ജോഹിന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്തസാർ കർണ. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയതാണ് കവിതാക്ക ആശയ ലിഖെ. നമ്മുടെ ഈ കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കവിതയുടെ ആശയം നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ ഈ കവിതയിൽ നിന്ന് വരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കവിതയുടെ ആശയം നമ്മളോട് എഴുതാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ ഇതിനൊരു ഹെഡിങ് കൊടുക്കും. കവിതയുടെ പേരോ അല്ലെങ്കിൽ കവിതാക്ക ആശയെന്നോ ഹെഡിങ് ആയിട്ട് കൊടുക്കാം. നോക്കാം. वंदना टेटे की कविता कब तक आत्मनिर्भरता और आत्मसम्मान के महत्व को दर्शाती है. വന്ദന ടെട്ടയുടെ കബ് തക്ക് എന്ന ഈ കവിത ആത്മനിർഭരതയും ആത്മാഭിമാനം വളരെ പ്രധാനമാണെന്ന് കാണിക്കുന്നു. ഫസ്റ്റ് സെന്റൻസിൽ തന്നെ നമ്മൾ കവിതയുടെ പേരും കവിയുടെ പേരുമാണ് കൊടുക്കേണ്ടത്. അത് മസ്റ്റാണ്. कवयित्री इस कविता के माध्यम से लोगों को यह संदेश देती है. കവയത്രി ഈ കവിതയിലൂടെ ജനങ്ങൾക്ക് ഈ സന്ദേശമാണ് നൽകുന്നത്. कि वे अपने जीवन पहचान और इतिहास को दूसरों पर निर्भर रहने का बजाय സ്വയം നിർമ്മിത് കരെ. അവരുടെ ജീവിതവും വ്യക്തിത്വവും ചരിത്രവും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം സൃഷ്ടിക്കണം എന്ന സന്ദേശമാണ് നൽകുന്നത്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു ഇൻട്രോ ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ കവിതയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, കവിതയുടെ ആശയം എന്താണ് അതാണ് എഴുതേണ്ടത്. നമ്മൾ ഇവിടെ വളരെ ഷോർട്ട് ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. കവയത്രി कहती है, കവയത്രി പറയുന്നു कि अपने व्यक्तित्व को पहचानने के लिए दूसरों की प्रतीक्षा नहीं करनी चाहिए. സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയാൻ നമ്മൾ മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ മറ്റുള്ളവരെ കാത്തിരിക്കരുത്, പ്രതീക്ഷിച്ചിരിക്കരുത്. ക്യോങ്കി എന്തെന്നാൽ കോയി ബി തുമാരെ ലിയെ സംഘർഷ് കർനെ യാ തുമാരെ ദുഃഖ് ദൂർ കർനെ നഹി ആയേഗ. ആരും തന്നെ നിനക്കായി പോരാടാനോ നിന്റെ ദുഃഖം അകറ്റാനോ വരില്ല. ദൂസരോം സെ അപ്പനെ ഉദ്ധാർ യാ അവതാരോം दूसरों से अपना उद्धार या अवतारों के आने की आशा करना व्यर्थ है. മറ്റുള്ളവരിൽ നിന്ന് രക്ഷകയോ രക്ഷകനോ വരുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അത് വെറുതെയാണ്. വ്യർത്ഥ ഹെ, അത് വെറുതെയാണ്. हमें अपने സംഘർഷവും और സമസ്യാവും का समाधान സ്വയം करना चाहिए. നമ്മൾ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ പോരാട്ടങ്ങളും പ്രശ്നങ്ങളിലൂടെ നമ്മൾ അതെല്ലാം പരിഹരിക്കണം. ഹമേം അപ്പനെ നമ്മൾ സ്വയം സംഘർഷവും और സമസ്യാവും का समाधान നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള സൊല്യൂഷൻ സ്വയം करना चाहिए. നമ്മൾ തന്നെ സ്വയം കണ്ടെത്തണം. ഇതാണ് ഈ കവിതയുടെ ആശയമായിട്ട് കവി പറഞ്ഞിട്ടുള്ളത്. തേർഡ് പാരഗ്രാഫ് ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് കൊടുക്കേണ്ടത്. നോക്കാം. വന്ദന ടെട്ടെ ഇസ് കവിതാമേ ഉൻ ലോഗോം പർ വ്യംഗ് കർത്തി ഹേ. വന്ദന ടെട്ടെ ഈ കവിതയിൽ ഈ ആളുകളെ പരിഹസിക്കുന്നു. ജോ ഏതാളുകളെയാണ്? അപ്പനി കഹാനി ഔർ ഇതിഹാസ് ദൂസരോം ദ്വാര ലിഖേ ജാനെ സെ സന്തുഷ്ടി രഹ്തേ ഹേ. നമ്മുടെ സ്വന്തം കഥകളും ചരിത്രവും മറ്റുള്ളവർ എഴുതുന്നതിൽ സന്തോഷിക്കുന്ന ആളുകളെ. അപ്പൊ സ്വന്തം കഥയും ചരിത്രവും മറ്റുള്ളവർ എഴുതുന്നതിൽ സന്തോഷിക്കുന്ന ആളുകളെ കവിയത്രി വന്ദന ടെട്ടെ പരിഹസിക്കുന്നു. वह लोगों को बदलने समय के साथ स्वयं में परिवर्तन लाने और आत्मविश्वास के साथ आगे बढ़ने की പ്രേരണ देती है. മാറുന്ന കാലത്തിനൊപ്പം സ്വയം മാറ്റം വരുത്തി ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ ആണ് കവിയത്രി ആളുകൾക്ക് നൽകുന്ന പ്രചോദനം, പ്രേരണ നൽകുന്നത് ഇതാണ്. വഹ് ലോഗോം കോ ബദൽനെ സമയ കെ സാത്ത്. അവര് ജനങ്ങളുടെ മാറുന്ന കാലത്തിനനുസരിച്ച് സ്വയം പരിവർത്തൻ ലാനെ സ്വയം മാറ്റങ്ങൾ കൊണ്ടുവരികയും ആത്മവിശ്വാസ് കെ സാത്ത് ആത്മാഭിമാനത്തോടു കൂടി ആകെ ബഡ്നേക്ക് പ്രേരണ ദേത്തി ഹെ. മുന്നേറാനുള്ള പ്രചോദനമാണ് നൽകുന്നത്. ഇത്രയാണ് ഈ കവിതയുടെ ആശയം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഏതെങ്കിലും ഒരു കവിതയുടെ ആശയം നിർബന്ധമായിട്ടും വരാറുണ്ട്. ആനുവൽ എക്സാമിന് ഈ കവിതയുടെ ആശയം പ്രതീക്ഷിക്കാം. ഇത് കവിതയുടെ ആശയത്തിൽ വരുന്ന വേർഡ് മീനിങ്ങുകളാണ്. നിങ്ങൾ ഓരോന്നും പഠിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്